നമസ്കാരം. ഇന്ന് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ ഞാൻ പ്രവചിക്കുന്നത്. കലാപരമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണമുള്ള ഒരു സമയമാണ്. നൃത്തം, അഭിനയം, ആലാപനം, ചിത്രരചന, കവി, ഗാനരചയിതാവ്, സാഹിത്യം, സംഗീതം മുതലായ കലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്ക് ഈ വർഷം ധാരാളം ഗുണഫലങ്ങൾ കിട്ടുവാനും അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാകുവാനും സാധിക്കുന്നു. അവർക്ക് അതുപോലെ തന്നെ കലകളിലുള്ള ഈ സിനിമാ സംവിധായകന്മാരോ നാടക സംവിധായകന്മാരോ നിർമ്മാതാക്കളോ അങ്ങനെയൊക്കെ ഉള്ളവർക്കും വളരെയധികം നല്ല ഒരു സമയമാണ്. പിന്നെ പൊതുപ്രവർത്തകനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും ഒരു നല്ലൊരു സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഘടകങ്ങളിൽ പോയി ചേരുകയും അവിടുന്ന് പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുകയും അവിടുന്ന് പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പരിചയം ലഭിച്ചിട്ട് അവർ നല്ല നേതാവാകാൻ സാധിക്കും. അധ്യാപനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ടീച്ചറോ കോളേജ് ലെക്ചറോ പ്രൊഫസർ അങ്ങനെയൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നവർ അവരും ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും ആ രീതിയിൽ ഗുണങ്ങൾ കിട്ടി മുന്നോട്ട് പോകാൻ സാധിക്കും. തെറാപ്പിസ്റ്റുകൾക്കും നല്ല സമയമാണ്. അവർക്ക് ഇന്ത്യയിലായിരുന്നാലും വിദേശ രാജ്യങ്ങളിലായിരുന്നാലും തെറാപ്പിസ്റ്റുകൾക്കും നല്ലൊരു സമയമാണ്. തെറാപ്പി കോഴ്സുകൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. നല്ല രുചിയുള്ളതും ഗുണമേന്മ ഉള്ളതുമായ ഭക്ഷണങ്ങൾ, പാനീയങ്ങളെല്ലാം ആസ്വദിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഈ തിരുവോണ നക്ഷത്രക്കാരുടെ മക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വന്ന് വളരെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം അവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതായിട്ട് കാണുന്നു. പല വഴിക്കും ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അതുമൂലം ധാരാളം ലാഭം കിട്ടുന്നതിന് സാധിക്കുന്നു. നാൽക്കാലികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന, അതായത് പശുവിനെയൊക്കെ വളർത്തി എരുമ, പശു, ആടൊക്കെ വളർത്തി പാലെടുക്കുന്നവരോ അല്ലാണ്ട് തന്നെ മൃഗങ്ങളെ വിൽപ്പന നടത്തി വലിയ രീതിയിലും ചെറിയ രീതിയിൽ വിൽപ്പന നടത്തി ചെയ്യുന്ന ആൾക്കാർക്കും അവർക്കും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കേണ്ട ഒരു കാണുന്നു. ഒരു വാടക വീട് വേണം, ട്രാൻസ്ഫറായി അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ദൂരെ പോയി അവർക്കൊരു വാടക വീട്, ഉത്തമമായ വാടക വീട് അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു വാടക വീട് അവർക്ക് ഈ പകുതിക്ക് മുമ്പ് തന്നെ, ഈ വർഷത്തിൻ്റെ പകുതിക്ക് മുമ്പ് തന്നെ ലഭിക്കുന്നതാണ്. വീട് നിർമ്മിക്കുന്നതിന് നല്ലൊരു ഇടം അന്വേഷിച്ച് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാസ്തുവിന് യോജിച്ച ഒരു ഇടം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരത് പൂർത്തിയാക്കിയിട്ട് അവർക്ക് ഈ വർഷം പാലുകാച്ച് താമസിക്കുന്നതിനും സാധിക്കും. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് തീർച്ചയായിട്ടും ഒരു സന്താന ഭാഗ്യം കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നോ മറ്റു സന്നദ്ധ സംഘടനകളിൽ നിന്നോ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് വീട് ലഭ്യമാകും. തിരുവോണ നക്ഷത്രക്കാരിൽ ചിലർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം വളരെ ഉയർന്ന പദവിയിലുള്ള ജോലി ലഭിക്കുന്നതിന് സാധ്യമാകുന്നു. ഔദ്യോഗികമായ നല്ലൊരു ബംഗ്ലാവ് ലഭിക്കുന്നതിനും വസതി ലഭിക്കുന്നതിനും പരിചാരകരും വാഹനവും, അതായത് ഗവൺമെൻറ് മുദ്ര വച്ച വാഹനങ്ങൾ ലഭിക്കുന്നതിനും അംഗരക്ഷകരെ അവർക്ക് ചുറ്റും ഉണ്ടായിരിക്കുന്നതുമാണ്. പല അസുഖങ്ങളാലും കഷ്ടപ്പെടുന്നവർക്ക് ഈ തിരുവോണ നക്ഷത്രത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടും അവർക്കും വളരെയധികം ശാന്തത അസുഖങ്ങൾ ലഭിക്കുന്നു. വിദേശ രാജ്യങ്ങൾ സർക്കാർ ചെലവിൽ സന്ദർശിക്കുന്നതിന്, അവിടെയെല്ലാം കാണുന്നതിനും താമസിക്കുന്നതിനുമുള്ള ഒരു ഭാഗ്യവും അവർക്ക് കാണുന്നു. അകാരണമായ ഭയമുള്ളവർക്ക് ഈ വർഷം ആ ഭയം വിട്ടുമാറുന്നതാണ്. ഈ വർഷം പകുതിക്ക് ശേഷം അവർക്ക് ഭയമെല്ലാം പൂർണ്ണമായും മാറുന്നതാണ്. ഇനി തിരുവോണ നക്ഷത്രക്കാരിൽ വിവാഹം നടക്കാത്തവർ, വിവാഹം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കാൻ ശ്രമിക്കുക. പല സമ്മാനങ്ങളും പല രീതിയിലും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കും വളരെ ഗുണമുള്ള ഒരു സമയമാണ്. അവർ വിചാരിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനും പഠിക്കാനും സാധിക്കും. വിദേശ പഠനത്തിന് പോകുന്നവർക്കും വളരെ ഗുണം കാണുന്നു. ബന്ധുക്കളോട് വിരോധം വരുത്താതെ അടുത്ത് പെരുമാറുന്നത് നല്ലതായിരിക്കും. കോടതി കേസുകൾ നിലവിലുള്ളവർക്ക് ഈ വർഷം ആ കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കും. അനുകൂലമായിട്ടുള്ള ഒരു തീർപ്പായിരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. നിങ്ങൾ മനസ്സിരുത്തി ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനീ പറയാൻ പോകുന്ന മോശഫലങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ദാനാദി കർമ്മങ്ങൾ ചെയ്യുക, പൂർണ്ണ മനസ്സോടെ ദാനം ചെയ്യുക. പ്രതിഫലം അവരിൽ നിന്നും, ദാനം ചെയ്യുന്നവരിൽ നിന്നും ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിക്കരുത്. ദാനം ചെയ്യുക. വരുമാനത്തിൻ്റെ 10% മാത്രമേ ദാനം ചെയ്യാൻ നിയമമുള്ളൂ. സൽക്കർമ്മങ്ങളായ പൂജാദികൾ ഫലിക്കാതിരിക്കുവാൻ സാധ്യത കാണുന്നു. അതിനാൽ ദാനം ചെയ്യാൻ മടിക്കരുത്.
ആരുമായും വഴക്കിനും അടിപിടിക്കും ഒന്നും പോകരുത്. ഭയങ്കരമായ ദേഹോദ്രവം നിങ്ങൾക്ക് ഏൽക്കുന്നതിനും അതുവഴി ആശുപത്രിയിൽ വളരെ കാലം കിടക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നു. പല രീതിയിലുള്ള ശുദ്രപ്രയോഗങ്ങൾ ഏൽക്കാൻ സാധ്യത കാണുന്നു. അതിനാൽ കഴിയുന്നതും ദേഹശുദ്ധി വരുത്തി സൂക്ഷിക്കുക നല്ലതായിരിക്കും. പ്രാർത്ഥനകളും നടത്തുക. ചതുവുകളിലൂടെയും ആഭിചാരക്രിയകളിലൂടെയും ധനനഷ്ടം, മാനഹാനി, ജീവഭയം, മാനസിക വിഷമം ഇവ വരുന്നതിനുള്ള സാധ്യത കാണുന്നു. ശ്രദ്ധിക്കുക. മേലധികാരികളെ ബഹുമാനിക്കുക. അവരുമായി ഉടക്കാൻ ഒരിക്കലും നിൽക്കരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്ന് ധാരാളം ഉപദ്രവങ്ങളും നഷ്ടങ്ങളും ജോലി വരെ നഷ്ടപ്പെടാനും പിന്നെ മറ്റു ശിക്ഷാ നടപടികൾ നിങ്ങൾക്കുണ്ടാകാനും സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ പരാജയം നടന്നാൽ തൽക്കാലം അത് ഉപേക്ഷിക്കുക. അവസരം വരും വരെ കാത്തിരിക്കുക. അതായിരിക്കും നല്ലത്. ശരീരത്തിന് ബലക്കുറവും ക്ഷീണവും വന്നാൽ വൈദ്യസഹായം തീർച്ചയായിട്ടും നിങ്ങൾ തേടുക. രക്തസംബന്ധമായ രോഗങ്ങൾ വന്നേക്കാം, ശ്രദ്ധിക്കുക. ശരീരത്തിലെ ആകമാനം ഒരു പുണ്ണ് വരാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ വഴിയാകാനാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വൈദ്യസഹായം തേടി അത് നിങ്ങൾ ചികിത്സിക്കേണ്ടതാണ്. മാനസിക പിരിമുറുക്കം മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം മാനസികമായിട്ട് സന്തോഷം ലഭിക്കുന്നതാണ്. രാഹു കേതു ഗ്രഹങ്ങളുടെ മാറ്റം അനുകൂലമല്ലാത്തതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ശനിയാഴ്ച രാഹുവിനും കേതുവിനും പൂജ നടത്തുന്നത് നല്ലതായിരിക്കും. എപ്പോഴെങ്കിലും കാളഹസ്തി എന്ന രാഹുകേതു ക്ഷേത്രത്തിൽ പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് പൂജ നടത്തുന്നതും വളരെ ഗുണം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഞാൻ പ്രവചിച്ച ഈ ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നു. പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ വായുവിനെ, അതായത് വായുദേവനെ ആരാധിക്കുക. നിങ്ങളുടെ മൃഗമായ വാനരനെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ പക്ഷിയായ കോഴിയെ വളർത്തുക. നിങ്ങളുടെ വൃക്ഷമായ എരുക്ക് എന്ന സസ്യത്തെ ആരാധിക്കുക. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് എരുക്കും പൂവ്. അത് ഭഗവാന് ചാർത്തുന്നത് നല്ലതായിരിക്കും. ഇഷ്ടദൈവമായ ദുർഗാദേവിയെ ശരണം പ്രാപിക്കുക. ശ്രീ ധർമ്മശാസ്താവിനെയും ശനീശ്വരനെയും ആരാധിക്കുക. പൗർണമിക്ക് ദുർഗാദേവിയെയും അമാവാസിക്ക് ഭദ്രകാളി ദേവിയെയും പൂജിക്കുക. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ പൂജാപരമായതോ രുദ്രാക്ഷ ധാരണത്തിനോ രത്നധാരണത്തിനോ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള സംശയം മാറുന്നതിന് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലോ ഫോണിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.